ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പ് ധ്യാന ചിന്തകളിലെ 20-ാം ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. നമുക്കേറെ പരിചയമുള്ള വേദഭാഗമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം. ഈ വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മനുഷ്യരായ നാം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ഇവിടെ നമ്മുടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നമ്മുടെ ലോക സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നാം ഇന്ന് എങ്ങനെയാണ് നമ്മുടെ ബന്ധങ്ങളിലായിരിക്കുന്നത് എന്ന്. നമ്മളെ സ്നേഹിക്കുന്നവരെയും നമ്മളെ സഹായിക്കുന്നവരെയും നമുക്ക് നേട്ടം കിട്ടുന്ന ബന്ധങ്ങളിലേക്കുമാണ് നാം ചാഞ്ഞു നിൽക്കുന്നത്. ഇവിടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥ സ്നേഹബന്ധം എന്ത് എന്ന്. വാക്യം 48 പറയുന്നു, ആകയാൽ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ഇഹലോക ജീവിതത്തിൽ ദൈവ പൈതലായ ഓരോ ദിവസവും കർത്താവ് നമ്മെ കൊണ്ട് ഇച്ഛിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുവാനും ആ ജീവിത ശൈലിയിൽ താഴ്മയോടെ ദൈവസന്നിധിയിലായിരിക്കാനും നാം ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ശ്രമിക്കും തോറും നാം വീണുപോയേക്കാം. എന്നാൽ നമ്മുടെ മനസ്സറിയുന്ന ഒരു തമ്പുരാൻ നമ്മളെ കാണുന്നുണ്ട് എന്ന് തീർച്ചയായും അവൻ നമ്മെ സഹായിക്കുമെന്നും നമ്മൾ ഓർക്കണം. നാം പൂർണ്ണമായി അവനിൽ വിശ്വസിക്കുകയും അവനിൽ ശരണം വെക്കുകയും ചെയ്താൽ മതി. വിശുദ്ധ മദർ തെരേസ അമ്മ പറഞ്ഞു, നോമ്പുകാലം എന്നുള്ളത് ഒരു വിലപ്പെട്ട സമയമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും നാം നമ്മെ തന്നെ വെടിഞ്ഞ് കർത്താവിനോട് ചേർന്ന് അവന്റെ ശബ്ദം ശ്രവിക്കുന്ന സമയം. ഇപ്രകാരം ഈ നോമ്പുകാലം നമുക്ക് ഓരോരുത്തർക്കും കർത്താവിനോട് ഒരു പടി ചേർന്ന് നിൽക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും അവസാന നാളിൽ വിശ്വസ്തനായ ദാസനെ ദാസിയെ എന്ന വിളി കേൾപ്പാനും ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പരമപിതാവേ, ഒരു നോമ്പുകാലം കൂടി കാണുവാൻ ഞങ്ങൾക്ക് തന്ന ഈ വലിയ അവസരത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഈ വേദഭാഗത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിക്രമീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ നോമ്പിന്റെ അവസരത്തിൽ നീ ഞങ്ങൾക്കായി ക്രൂശിൽ അനുഭവിച്ച വേദനയും മരണവും ഞങ്ങൾക്കായി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ നിന്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുന്നപ്പാ. പ്രിയ കർത്താവേ, നിന്നോടടുത്ത് ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം ഈ ഒരു നോമ്പ് കാലത്തിൽ കൂടുതൽ അനുഗ്രഹമാകുവാൻ ദൈവമേ നീ സഹായിക്കണമേ. ആമീൻ.